ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ +1 മാത്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് ടൈം ടേബിൾ എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഏറ്റവും ലാസ്റ്റ് ഒരു 25-ാം തീയതിയാണ് മാത്സ് വരുന്നത്. അപ്പോൾ 25-ാം തീയതി മാത്സ് വരുന്നതുകൊണ്ട് മാത്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഴുതുന്ന കുട്ടികളായിരിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മാത്സ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കും, നിങ്ങളൊരു ചാപ്റ്റർ മാത്സ് പഠിച്ചു. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ മാത്സ് പഠിച്ചു. ഇപ്പോൾ ആ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തന്നാൽ നിങ്ങൾ എൻ്റയർലി മറന്നുപോയില്ലേ? ഈ ഒരു അവസ്ഥയായിരിക്കും 25-ാം തീയതി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം പഠിച്ച് നിങ്ങളുടെ തല ഫുള്ള് ഈ ടോപ്പിക്ക് ഫില്ലാവും. മാത്സ് കംപ്ലീറ്റ്ലി മറന്നു. പുതിയൊരു കുട്ടിയാണ് നിങ്ങൾ. 23-ാം തീയതി 23, 24 2 ദിവസമാണ് നമുക്ക് സമയമുള്ളത്. 25-ാം തീയതി എക്സാം, 23-ഉം 24 നമുക്ക് എന്താണ് പഠിക്കാൻ സമയമുണ്ട്. ഈ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താവും? മാത്സ് കംപ്ലീറ്റ്ലി നമ്മൾ എന്തായിപ്പോവും? ബ്ലാങ്ക് ആയിപ്പോവും. ഓക്കെ, അപ്പം നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, അപ്പോൾ 25-ാം തീയതി എക്സാം ആണെങ്കിൽ 23-ഉം 24-ഉമാണ് നമ്മുടെ കയ്യിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ സ്റ്റഡി പ്ലാൻ ഞാൻ തരും. പക്ഷേ അതിനു മുമ്പ് 23-ഉം 24-ഉം 2 ദിവസമേ ഉള്ളൂ. 14 ചാപ്റ്റർ മാത്സ് കംപ്ലീറ്റ് ചെയ്യണം. ഇത് ടാസ്ക്കാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് ഇപ്പോഴുള്ളൊരു 10 ദിവസത്തിൽ ഫിസിക്സിന് സമയമില്ല, 1 ദിവസമേ ഉള്ളൂ. മാത്സ് 2 ദിവസമേ ഉള്ളൂ. രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. കെമിസ്ട്രി സമയമുണ്ട്. അപ്പോൾ തൽക്കാലം കെമിസ്ട്രി അങ്ങ് മാറ്റി. ഓക്കെ, ഫിസിക്സും മാത്സും കെമിസ്ട്രി അല്ലെങ്കിൽ രാവിലെ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺ മാത്രം ഈ ഒരു ദിവസം, ഒരു 10 ദിവസം കൊണ്ട് എന്തായാലും ഒരു 3-ാം തീയതി വരെ പഠിക്കാം. 4-ഉം 5-ഉം സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കാം. സെക്കൻഡ് ലാംഗ്വേജിൽ ആദ്യം എക്സാം. അപ്പോൾ 4-ഉം 5-ഉം സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കാം. ബാക്കി 3-ാം തീയതി വരെ ബാക്കി സബ്ജക്റ്റ് പഠിക്കാം. ഓക്കെ, അതിൽ കെമിസ്ട്രി വേണമെങ്കിൽ രാവിലെ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺ പഠിച്ചോ. കാരണം പിന്നെ പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്, മറന്നു പോകും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബണും കെമിസ്ട്രിയും പഠിച്ചോ. ബാക്കി മാത്സ് നിങ്ങൾ പഠിക്കണം. മാത്സ് നിങ്ങൾ 24-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ, നിങ്ങളുടെ കയ്യിൽ ഈ ടൈം ടേബിൾ എപ്പോൾ എത്തുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എത്തുന്ന ദിവസം മുതൽ പഠിച്ചോളുക. നിങ്ങൾ ഇതാണ് നിങ്ങളുടെ ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ഈവനിങ് ടൈം സ്ലോട്ട് മാത്സിന് ഞാൻ കൊടുക്കുക. ഒരു 4:15 മുതൽ 5:15 വരെ, പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് 5:30 മുതൽ 6:30 വരെ, ഒരു 6:45 മുതൽ 8 മണി വരെ, 8:30 മുതൽ 9 വരെ, ഒരു 9:45 മുതൽ 11:30 വരെ. ഇതാണ് ടൈം സ്ലോട്ട് ഞാൻ മാത്സിന് ഇട്ടേക്കണം എല്ലാ ദിവസവും. ഓക്കെ, ഈ ഇത്രയും ദിവസം കൊണ്ട് 24-ാം തീയതി നിങ്ങൾ ഇത് ട്രിഗണോമെട്രി പഠിക്കുക. കൂടെ സീക്വൻസ് ആൻഡ് സീരീസും കൂടെ രാത്രി നോക്കാം. 25-ാം തീയതി സെയിം ടൈം സ്ലോട്ടാണ്. സ്ട്രൈറ്റ് ലൈനും 3Dയും പിന്നെ അവന്മാരുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 26-ാം തീയതി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് പഠിക്കുക. പ്ലസ് ഇവിടുത്തെ സ്ട്രൈറ്റ് ലൈനിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. ഈ ടൈം സ്ലോട്ടാണ്, സെയിം ടൈം സ്ലോട്ട്. 27-ാം തീയതി കോണിക് സെക്ഷനും സ്റ്റാറ്റിസ്റ്റിക്സും പഠിക്കുക. ദെൻ ലിമിറ്റിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ? അടുത്ത നെക്സ്റ്റ് 28-ാം തീയതി കോംപ്ലക്സ് നമ്പർ ബൈനോമിയലും പഠിക്കുക. കോണിക് സെക്ഷൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. 1-ാം തീയതി പെർമ്യൂട്ടേഷനും പഠിക്കുക. എന്നിട്ട് ട്രിഗണോമെട്രിയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. എന്നാൽ വേറെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലേ, റിവിഷൻ ആവും. ഇതാണ് പ്രോപ്പർ റിവിഷൻ കൊടുത്താൽ മാത്രമേ മാത്സ് പഠിക്കാൻ പറ്റൂ. പ്രോപ്പർ റിവിഷൻ. അപ്പം ഇന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ വേറൊരു ചാപ്റ്ററിൻ്റെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഓർമ്മ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. നെക്സ്റ്റ് റിലേഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ട് സെറ്റ്സിൻ്റെ റിലേഷൻ ഫംഗ്ഷനും സെറ്റ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രോബബിലിറ്റി, അതിൻ്റെ പ്രീവിയസ് ഇയറും ലീനിയർ ഇൻഇക്വാളിറ്റിയും പഠിക്കുക 3-ാം തീയതി. അപ്പോൾ 3-ാം തീയതി വരെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, പഠിച്ച് തീർത്ത് വയ്ക്കുക. 3-ാം തീയതി വരെ വെച്ച് എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് പഠിച്ച് തീർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ? ഇതിൻ്റെ അകത്ത് എല്ലാ ഓൾമോസ്റ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3-ാം തീയതിക്കുള്ളിൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ തീർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് 22-ാം തീയതി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എക്സാം കഴിഞ്ഞ്, 22-ാം തീയതി ഫിസിക്സ് എക്സാം അല്ലേ നിങ്ങൾക്കുള്ളത്? ഫിസിക്സ് എക്സാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു 6 മണി മുതൽ പഠിക്കാതിരിക്കണം. 6 മണി മുതൽ 7 മണി വരെ. ഇത് മാർച്ചിലത്തെയാണ്, 22/3 ബാക്കി. ഓക്കെ, ഇത് 3-ാം തീയതി വരെ നിങ്ങൾ പഠിക്കുക. ബാക്കി 4-ാം തീയതിയും 5-ാം തീയതിയും എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കി സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. പിന്നെ നമുക്ക് എക്സാം ആയി. അപ്പോൾ 3-ാം തീയതി വരെ മാത്സ് വൈകുന്നേരങ്ങളിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് തന്നിരിക്കുന്നത്, പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും. അത് കഴിഞ്ഞ് 22-ാം തീയതി 6-ാം തീയതി മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യേ. പിന്നെ 22-ാം തീയതി ഫിസിക്സ് എക്സാം ആണ്. ഫിസിക്സ് എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് 6 മണിക്ക് പഠിക്കാതിരിക്കണം. മാത്സിന് കൂത്തിയിരിക്കണം അങ്ങ്. ഓക്കെ, 6 to 7 മണി വരെയും 7 to 8 മണി വരെയും 8:30 to 9 വരെ, 8 to 8:30 വരെ നിങ്ങൾക്ക് ഞള്ളാനുള്ള സമയമാണ്, കഴിക്കുക. ഓക്കെ, 8:30 to 9 വരെ, പിന്നെ 9:45 to 11 വരെ. ഇത്രയും ടൈം എടുത്ത് ട്രിഗണോമെട്രി പ്ലസ് ട്രിഗണോമെട്രി പ്രീവിയസ് ഇയർ ചെയ്യുക. ഓക്കെ, ക്ലിയർ? കാരണം ഇനി സമയമില്ല. നെക്സ്റ്റ് ഡേ 23-ാം തീയതി. അപ്പം 22-ാം തീയതി ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞ് വന്ന് ആ ദിവസം ട്രിഗണോമെട്രി കംപ്ലീറ്റ് പഠിച്ച് തീർത്തിട്ടേ കിടക്കാവൂ, വിത്ത് പ്രീവിയസ് ഇയറും. 23-ാം തീയതി രാവിലെ 5 മണിക്ക് കഴിക്കുക. 4 മണിക്ക് കഴിച്ചാൽ അത്രയും നല്ലത്. 5 മണിക്ക് കഴിക്കുക. സ്ക്രീൻഷോട്ട് എടുത്തോ കുട്ടികളെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ. രാവിലെ 5 to 6 മണി വരെ ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന ചാപ്റ്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. അടുത്ത 6:15 to 7:15 വരെ സീക്വൻസ് സീരീസ് പഠിക്കുക. വീണ്ടും സീക്വൻസ് പഠിക്കുക.
അതിൻ്റെയും പ്രീവിയസ് ഇയർ രണ്ടാം സെക്ഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക കേട്ടോ സീക്വൻസിൻ്റെ. അടുത്ത 8:15 മുതൽ 8:45 വരെ കാപ്പി കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. എന്നിട്ട് 9:45 വരെ പെർമുട്ടേഷൻ പഠിക്കുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എപ്പോഴും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ പഠിച്ചിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 11 മണി വരെ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, 11:10 മുതൽ 12 വീണ്ടും പെർമുട്ടേഷൻ കോമ്പിനേഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. 3 സെക്ഷൻ വേണം പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഓക്കെ, കാരണം ഒന്ന് പെർമുട്ടേഷൻ, പിന്നെ ഒന്ന് കോമ്പിനേഷൻ, പിന്നെ എൻ്റെ പ്രീവിയസ് ഇയറിന് 3 സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. വലിയ ചാപ്റ്റർ, കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. വലിയ ചാപ്റ്റർ അല്ല, എളുപ്പമാണ്. ചിലപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ ഉണ്ടാക്കാതെ പെട്ടെന്ന് തീക്കാടാ, എങ്കിൽ അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ സമയം കയറ്റുക. ഞാൻ മാക്സിമം ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നാളെ മുതലുള്ള ദിവസങ്ങളിലെല്ലാം മാത്സ് പഠിച്ച് തീർക്കുക, എന്നിട്ട് ആ 2 ദിവസം ഇരുന്ന് പഠിക്കാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നാളെ മുതൽ ഈവനിങ് മാത്സ് പഠിച്ചാൽ മതി, ബാക്കി രാവിലെ ഫിസിക്സ് കൊടുക്കുക, ഏർലി മോർണിംഗ് കെമിസ്ട്രി പഠിക്കുക, ദെൻ ബയോളജി അറിഞ്ഞുകൂടാങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ടൈം കൊടുക്കുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് എന്താ ചെയ്യുക, 12 to 1 മണി വരെ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ചോറൊക്കെ കഴിച്ച് തിരിച്ചു വരിക 3 മണിക്ക്, സ്ട്രെയിറ്റ് ലൈൻ കണ്ടിന്യൂ ചെയ്യുക, ദെൻ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതിന് കോണിക് സെക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ ബൈനോമിയൽ തിയറം, ബൈനോമിയലിൻ്റെ പ്രീവിയസ് ഇയറും, എന്നിട്ട് കിടന്നുറങ്ങുക ആ ദിവസം. ക്ലിയർ. നെക്സ്റ്റ് ദിവസം 23 കഴിഞ്ഞ് അടുത്ത ദിവസം ആരാണ്, 24-ാം തീയതി രാവിലെ സെയിം സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എടുത്താൽ മതി. ദെൻ അടുത്ത റിലേഷൻ ഫംഗ്ഷൻ പഠിക്കുക, ദെൻ റിലേഷൻ ഫംഗ്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി, വേറെ ടെക്സ്റ്റ് ഒന്നും നോക്കണം, ഓൺലി പ്രീവിയസ് ഇയർ. ദെൻ പ്രോബിലിറ്റി പഠിക്കുക, വീണ്ടും പ്രോബിലിറ്റി പഠിക്കുക, പ്രോബിലിറ്റി പ്രീവിയസ് ഇയർ ചെയ്യുക. ഞാൻ ലൈവ് എടുത്ത് തരാം കേട്ടോ, പ്രോബിലിറ്റി ഞാൻ നാളെ മറ്റന്നേ പ്രോബിലിറ്റി ലൈവ് ചെയ്ത് തരാം കേട്ടോ. പ്രീവിയസ് ഇയർക്ക് നോക്കിയിട്ടേ പോകാവൂ കേട്ടോ. ദെൻ എന്ത് ചെയ്യുക, ലിമിറ്റ്സ് പഠിക്കുക, ലിമിറ്റ്സിൻ്റെ പി വയ്ക്കും. ദെൻ 3D പി വയ്ക്കും മാത്രം ചെയ്താൽ മതി. കോംപ്ലക്സ് നമ്പർ പി വയ്ക്കും. കോംപ്ലക്സ് നമ്പർ സത്യം പറഞ്ഞാൽ പി വയ്ക്കിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഇത്രയാകുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ കംപ്ലീറ്റ് ആക്കും. ദെൻ ലാസ്റ്റ് 9:45 മുതൽ 11:30 വരെ നിങ്ങൾ ഇത്രയും പഠിച്ചത് ഓർമ്മ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 2023 2024 മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് 2023 24 ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ 23 24 മോഡൽ വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, 2 ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ഇരുന്നും സ്പീഡിൽ വർക്കൗട്ട് ചെയ്യുക. ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് കിടന്നുറങ്ങുക. യു വിൽ ഗെയിൻ യുവർ കോൺഫിഡൻസ്. അങ്ങനെ നമ്മൾ 25-ാം തീയതി രാവിലെ കോൺഫിഡൻസോടുകൂടി എഴുന്നേൽക്കണം എക്സാമിന് പോകാൻ വേണ്ടി. ഓക്കെ, 25-3-25 കൊള്ളാം അല്ലേ, 25 മാത്സ് എക്സാം എഴുതാൻ പോകുമ്പോൾ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് 6 മണി വരെ പഠിക്കുക, 6:15 മുതൽ 7 മണി വരെ പഠിക്കുക, 7:15 മുതൽ ഒരു 8:30 വരെ പഠിക്കുക. ബാക്കി ഉച്ചയ്ക്ക് ശേഷം എക്സാം സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കുറച്ച് നേരത്തേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ഇനി ഇരുന്നെങ്കിൽ പഠിക്കുക. ഈ ദിവസങ്ങളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മോർണിംഗ് കഴിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അത് ഓരോ ദിവസവും പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. പ്ലസ് ട്രിഗണോമെട്രി ഫോർമുല നോക്കി വയ്ക്കുക, ഒന്നും കൂടെ നോക്കി വയ്ക്കുക. ട്രിഗണോമെട്രിയുടെ ഫോർമുല ഒന്നും കൂടെ നോക്കി വയ്ക്കുക. ഈ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആ ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. ക്വസ്റ്റ്യൻസ് ഇട്ട് ഞാനൊന്ന് ഇരുന്ന് വർക്ക് ചെയ്ത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്ത് തരാം, PDF ആക്കി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. നിങ്ങൾ അത് രാവിലെ എഴുന്നേറ്റിരുന്ന് ഒന്നും കൂടെ ഓരോ ചാപ്റ്ററിലെ ഒരു 5-6 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അത് രാവിലെ എഴുതിയിരുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകണം. ക്ലിയർ. അതിന് വേണ്ടിയാണ് ആ ടൈം. എക്സാമിന് രാവിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതിന് എക്സാം 2 ദിവസം മുമ്പ് കുറച്ച് സമയം വേണം. ഞാൻ ബാക്കി ഫിസിക്സും കെമിസ്ട്രി എക്സാംസിൻ്റെയൊക്കെ ഒരു ഏരിയ നോക്കട്ടെ, ടഫാണോ ഈസി ആണോ എന്നൊക്കെ നോക്കട്ടെ. നിങ്ങൾ +1 മെയിൻ എക്സാം അവർ എങ്ങനെ ഇടുന്നത് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ ഫ്രെയിം ചെയ്ത് തരാം. അങ്ങനെ ഒരു PDF ആക്കി സെറ്റ് ചെയ്തിട്ട് തരാം. നിങ്ങൾ അത് രാവിലെ ഇരുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോയി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിച്ച് വൈകുന്നേരം വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റഡി പ്ലാന്. മാക്സിമം കുട്ടികൾക്ക് എന്ത് ചെയ്യുക, സ്റ്റഡി പ്ലാന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഞാൻ മാരത്തോണായിട്ട് ലൈവ് ക്ലാസ്സുകൾ തരത്തില്ല, 2, 3, 4 മണിക്കൂർ പിടിച്ചിരുത്തത്തില്ല. എനിക്കതിൽ താല്പര്യമില്ല. കാരണം കൂടുതൽ നേരം നിങ്ങൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യരുത്. കുറച്ച് നേരം അത്യാവശ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഒന്നും കൂടെ നിങ്ങൾ ഈ ടൈം ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ദാ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ദെൻ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവർക്കും മാത്സ് ഓൾ ദി ബെസ്റ്റ്. മാത്സ് മാത്രമല്ല +1 എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. +2 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ. സ്റ്റഡി പ്ലാൻ ഇങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കുറച്ചും കൂടെ ദിവസം കൂടുതൽ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ബൈ, സീ യു.